ഹലോ ഗെയ്സ്, ഞാനെന്നൊരു സ്നാക്സ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കണമെന്നല്ല, നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ള ഒരു പലഹാരമാണ്. നമ്മളെ പൊന്നാനീത്തൊരു ഐറ്റമാണ് കേട്ടോ. ഇതിന് ഏട്ടമുട്ട എന്നാണ് പറയുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്തിരിക്ക് മാവ് കുഴക്കൂലേ, അതുപോലെ വാട്ടിയിട്ട് കുഴക്കുക. നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയൊരു ഇതാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണതിന് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ പറഞ്ഞിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് എല്ലാതും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് നമ്മൾ ആവിയിൽ വേവിക്കണം. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുക അതുപോലെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പുട്ടും കുറ്റിയിൽ കുറച്ച് തേങ്ങ ഇടുക, അതിൻ്റെ മേലേക്ക് ഇത് കുറച്ച് കോരിയിടുക, പിന്നെ അങ്ങനെ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു പാനിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി മൂപ്പിക്കുകയാണ്. അപ്പോൾ നെയ്യ് തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആവും, നെയ്യിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ചെറിയുള്ളി ഇട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ആവി കയറ്റി വേവിച്ച് വെച്ചിട്ടുള്ള ഏട്ടമുട്ട ഉണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് കൂട്ടി കൊടുക്കുക. അത് കൂട്ടിയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ചെറുപഴം അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 5 ചെറുപഴം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ പഞ്ചസാര കലിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെള്ളം പരുവത്തിലായി വരും, അപ്പോൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.